അസൈൻമെന്റ്സിന് എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടിയോ? അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ സീരീസിന് വരുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒരുമിച്ച് തന്നെ സബ്മിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം ഒരു തിയറത്തിന്റെ ഇത് ചോദിച്ചിരുന്നു. അത് ഞാൻ ടെക്സ്റ്റ് കോളേജിൽ പോവാത്തത് കൊണ്ടേ ടെക്സ്റ്റ് പിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനത് അടുത്ത ദിവസം ചൊല്ലുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, സോ മൂവ് ഓൺ ടു മൊഡ്യൂൾ 2. ഗ്രാഫ് തിയറി തന്നെയാണ്. നമുക്ക് എൻറ്റയർലി ഈ ഒരു 4 മൊഡ്യൂളും ഗ്രാഫ് തിയറിയും അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ അൽഗോരിതംസും ഒക്കെയാണ്. അത് സെക്കൻഡ് മൊഡ്യൂളും ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള മൊഡ്യൂളാണ്. സോ മൊഡ്യൂൾ 2 എന്തായാലും സിലബസ് ഉണ്ടാകാം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന കണ്ടന്റ്സ് ഓയിലർ ഗ്രാഫ്സ്, ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സ്, ഹാമിൽട്ടോണിയൻ, path and circuit, traveling salesman problem, connectivity, അതിൽ തന്നെ edge connectivity, also vertex connectivity. Directed graphs, types of directed graphs. Okay. Previous module പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഗ്രാഫ്സും അതിലെ കുറച്ച് ടെർമിനോളജിയും കണക്ടിവിറ്റി പോലത്തെ ടെർമിനോളജീസ് ഒക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിലുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് പ്രീവിയസ് മൊഡ്യൂളിൽ പോലെ തന്നെ ഒരു ഗ്രാഫ് പറഞ്ഞിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന തിയറംസും സ്റ്റേറ്റ്മെന്റൽ പ്രോബ്ലംസും എല്ലാം ഈ മൊഡ്യൂളിലും തന്നെ ഉണ്ട്. അപ്പൊ എപ്പോഴും ഗ്രാഫിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഡെഫിനിഷൻ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അത് റിലേറ്റ് ആ ഡെഫിനിഷനോട് അനുബന്ധിച്ചിട്ടുള്ള ഗ്രാഫും വരയ്ക്കാൻ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ 2 ആദ്യത്തെ കണ്ടന്റ് ഓയിലർ ഗ്രാഫ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഓയിലർ എന്നുള്ള പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഓയിലർ എന്നുള്ളത് ഒരു ഫേമസ് മാത്തമാറ്റീഷ്യൻ ആണ്. ലിയോണാർഡ് ഓയിലർ എന്നാണ് പേര്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അപ്പൊ ആ പേരിൽ വെച്ച് തന്നെ ഒരു ഗ്രാഫ് നമുക്കുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓയിലർ ഗ്രാഫ്. ഗ്രാഫ് തിയറിയുടെ ഒറിജിൻ തന്നെ കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു, ലിയോണാർഡ് ഓയിലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിലൂടെയാണ് ഓയിലർ ഗ്രാഫ് എന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഗ്രാഫ് തിയറി എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ ഓയിലർ ഗ്രാഫ് ഈ മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ ആയപ്പോഴാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. അപ്പൊ ഞാനൊന്ന് നിങ്ങളെ ആ കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ 7 ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന ഒരു റിവർ ഉണ്ട്. അപ്പൊ ആ റിവറില് ഈ ബ്രിഡ്ജസ് ക്രോസ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ജോഗിങ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ വൺ ഡേ അറൈസ് എ പ്രോബ്ലം traveling to all bridges exactly once, all the bridges exactly once, then start wherever they start at a point, then end to that same point. അങ്ങനെയായിരുന്നു അവരുടെ പ്രോബ്ലം. നമ്മൾ ഒരു പോയിന്റിൽ ഒരു ബ്രിഡ്ജിൽ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബ്രിഡ്ജസും 7 ബ്രിഡ്ജസ് ആണുള്ളത്. 7 ബ്രിഡ്ജും ക്രോസ് ചെയ്ത് നമ്മൾ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ വന്ന് നിൽക്കാനും, അതല്ല ഇനി നമുക്ക് 7 ബ്രിഡ്ജസ് ഒരു പ്രാവശ്യമെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യാതെ കയറി ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ വന്നിരുന്നത്. നമ്മൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അല്ലാതെ പിക്ചോറിയൽ റെപ്രസെന്റേഷനും കണ്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിലായത് അവിടെ നോ സൊല്യൂഷൻ ആണെന്നാണ്. അങ്ങനെ ഒരു
നമുക്ക് വീണ്ടും റീട്രേസ് ചെയ്യാൻ പറ്റാതെ ആ ഒരു ഗ്രാഫ് മോഡലിലൂടെ ഒരു ട്രാവൽ നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടത്. സോ നൗ ഡെഫിനിഷൻ ഓഫ് ഓയിലർ ഗ്രാഫ്. കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും ലിയോനാർഡിന്റെ പേരിൽ തന്നെ ഒരു ഗ്രാഫ്, ഒരു ഡിഫൈൻഡ് ഗ്രാഫ് ഉണ്ടായി. അതായത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് പറയുന്നത് there is a Euler line that containing every edge of G. അതായത് നമ്മൾ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് എല്ലാ എഡ്ജസും ട്രേസ് ചെയ്യാനായിരുന്നു നമ്മളോട് പറഞ്ഞത് അല്ലെ. എക്സാക്ട്ലി വൺസ്, ഒരു പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യാതെ എല്ലാ എഡ്ജസും ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജസ് ആണോ അത് എന്നായിരുന്നു പ്രോബ്ലം വന്നത്. അപ്പോൾ എല്ലാ എഡ്ജസും ട്രേസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ലൈൻ അല്ലെങ്കിൽ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യുന്നതാണ് സർക്യൂട്ട്. ഇനി അതല്ല പാത്ത് ആണെങ്കിൽ ഓൾസോ നോ ദാറ്റ് ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് എഡ്ജസ് അല്ലെ. എഡ്ജുകളുടെ തന്നെ കണക്ട് ചെയ്ത് പോകുന്ന സീക്വൻസസ് ആണ് പാത്ത്. സർക്യൂട്ട് എന്ന് പറഞ്ഞാലും ക്ലോസ് ചെയ്ത് വരുന്ന എഡ്ജുകളുടെ ഒരു ഗ്രൂപ്പാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓയിലർ ഗ്രാഫ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ that is a graph Euler graph, ഞാൻ ആ വേർഡ് ഉപയോഗിക്കാണ്, is a Euler line. ഓക്കെ, Euler line അല്ലെങ്കിൽ നമുക്ക് കോമൺലി പാത്ത് അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് പറയാം. Euler സർക്യൂട്ട് ഓർ Euler പാത്ത്. എന്താണ് അവിടുത്തെ കണ്ടീഷൻ? that containing every edge of G. ഓക്കെ, വെറുതെ ഒരു പാത്ത് ആയാൽ പോരാ, ജി എന്ന ഗ്രാഫിൽ ഓയിലർ ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും ഉൾപ്പെട്ടിരിക്കണം. സച്ച് ഗ്രാഫ് ഇസ് നോൺ ആസ് ഓയിലർ ഗ്രാഫ്. അപ്പോ ഞാനിവിടെ ഈ ഒരു ഗ്രാഫ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഹിയർ നമുക്ക് ഈ ഒരു ഗ്രാഫില് ഒരു ഓയിലർ ലൈനോ ഓയിലർ പാത്തോ ഉണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം വെർട്ടെക്സ് എ. അപ്പൊ ഞാൻ ആ പാത്ത് ഇവിടെ എഴുതാണ്. എയിൽ സ്റ്റാർട്ട് ചെയ്തു, ട്രാവലിംഗ് ടു ഇ. ഓക്കെ, ട്രാവലിംഗ് ടു ഇ. ദെൻ എങ്ങനെ വേണമെങ്കിലും പാത്ത് നിങ്ങൾക്ക് നോക്കാട്ടോ. നമുക്ക് എല്ലാ എഡ്ജസും ഉണ്ടാവണം. ഇ ടു സി, അത് മാത്രമല്ല റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. ദെൻ ടു ഡി, അഗൈൻ ഡി ടു ഇ. ഈ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തു. സോ ദിസ് ഇസ് എ നോട്ട് ഓയിലർ പാത്ത്, ഇറ്റ്സ് എ ഓയിലർ സർക്യൂട്ട്. Then E to B, then B to A. നമുക്ക് കാണാം, സ്റ്റാർട്ടിങ് ഫ്രം ദ വെർട്ടെക്സ് എ ആൻഡ് എൻഡ് ടു ദ വെർട്ടെക്സ് എ. അപ്പൊ ഇതൊരു എല്ലാ എഡ്ജസും ഉൾക്കൊള്ളുന്ന ഒരു ഓയിലർ സർക്യൂട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. This is known as Euler graph. That is the definition. നമുക്ക് ഒരു ഗ്രാഫില് ഓയിലർ ഗ്രാഫോ അല്ലെങ്കിൽ ഓയിലർ ലൈനോ ഉണ്ട് എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ എല്ലാ എഡ്ജുകളും ഉൾപ്പെട്ടാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാതെയും നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഓയിലർ ഗ്രാഫ്. അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് കുറച്ചധികം എക്സാമ്പിൾസിലേക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫിന് ഞാൻ G1 എന്ന പേര് കൊടുക്കാണ്. which means G1 has an Euler circuit അല്ലെ. G1 എന്ന ഗ്രാഫില് ഒരു ഓയിലർ സർക്യൂട്ട് ആണ് നമുക്ക് ഓയിലർ സർക്യൂട്ട് അല്ലെങ്കിൽ ഓയിലർ ലൈൻ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിന് നെയിം കൊടുത്തിരിക്കുന്നത് AECDEBA എന്നൊരു സീക്വൻസസ് ഓഫ് എഡ്ജസ് ആൻഡ് വെർട്ടിസസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾസ്, also another graph.
This is another graph named G2. വെർട്ടെക്സിന് പേര് കൊടുക്കാം ABECD. എന്ന ചോദ്യം ഇവിടെ ഓയിലർ ലൈനോ ഓയിലർ സർക്യൂട്ടോ എന്തെങ്കിലും ഓയിലർ പാത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ എഡ്ജസും ഉൾക്കൊള്ളുന്ന ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെ സർക്യൂട്ട് എന്ന് വിളിക്കാം. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്തതാണെങ്കിൽ പാത്ത് എന്ന് വിളിക്കാം. ഇതെല്ലാം വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വെർട്ടെക്സ് തുടങ്ങി മറ്റൊരു വെർട്ടെക്സിൽ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഓയിലർ ലൈൻ എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു G2 ഓയിലർ സർക്യൂട്ട് ഉണ്ടോ? Is there any circuit in G2? നമുക്കൊരു വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ നിന്ന് തുടങ്ങിയ A to B, B to E, E to D, D to C, C to B. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വെർട്ടെക്സ് ഈ എഡ്ജ് റിപ്പീറ്റ് ആകും. അതല്ല ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ G2 നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ബുക്കിൽ വരച്ചിട്ട് ഇതിനകത്തൊരു സർക്യൂട്ട് ഉണ്ടോ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സിൽ തന്നെ തിരിച്ചെത്താൻ പറ്റുന്നുണ്ടോ? തിരിച്ചെത്താൻ പറ്റുമ്പോൾ എന്ത് വേണം? എല്ലാ എഡ്ജസിലും നമ്മളൊന്ന് ട്രാവൽ ചെയ്തിരിക്കണം. അപ്പൊ ഉണ്ടോ? ഓയിലർ സർക്യൂട്ട് ഉണ്ടോ G2? ഓയിലർ സർക്യൂട്ട് or Euler any line? Anyone? ലൈൻ ഉണ്ടോ? ഒന്ന് പറയാമോ? ലൈനിന്റെ ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ആ നെയിം നിങ്ങൾ വരച്ച ആ ഒരു ലൈൻ ഏതാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാം. ഉണ്ടോ? നമുക്ക് ഇവിടെ വരച്ചാലും എഡ്ജ് റിപ്പീറ്റ് ആവുന്നില്ലേ? ലൈൻ വരച്ചാലും പാത്ത് വരച്ചാലും സർക്യൂട്ട് വരച്ചാലും ഒക്കെ എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ. സോ നമുക്കിവിടെ ഏത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരെണ്ണം വേറൊരു കളറിൽ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു സർക്യൂട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. A to E, E to C, D. ഞാനിപ്പോ ഈ ബ്ലൂ ലൈന് കൊണ്ട് കാണാൻ പറ്റുമെന്ന് കാണാൻ പറ്റുന്നില്ലേ? ആ ബ്ലൂ ലൈന് കൊണ്ട് വരയ്ക്കുന്നതാണ് ഞാൻ ഒരു എല്ലാ എഡ്ജസും കവർ ചെയ്യുന്ന തരത്തില്, അതായത് റിപ്പീറ്റ് ചെയ്യാത്ത തരത്തിലാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഈ ഒരു എഡ്ജ് കവർ ചെയ്യണമെങ്കിൽ വീണ്ടും റീട്രേസ് ചെയ്യേണ്ടി വരും അല്ലെ? പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു എഡ്ജിനെ നമുക്ക് കവർ ചെയ്യാതെ പറ്റില്ല. അങ്ങനെ തന്നെ ഏത് വെർട്ടെക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലും അത്തരത്തിലാണ് കാണാൻ സാധിക്കുക. Therefore, G2 has neither an Euler circuit nor an Euler line. രണ്ടുമില്ല. G2 നമുക്കൊരു ഓയിലർ സർക്യൂട്ടോ ഓയിലർ ഗ്രാഫ് അല്ല G2. അപ്പോൾ G2 is not an Euler graph. കൺക്ലൂഡ് ചെയ്യുക, G2 is not an Euler graph. അടുത്തൊരു ഗ്രാഫ് കൂടെ വരയ്ക്കാം, എന്നിട്ട് ചെക്ക് ചെയ്യാം ഓയിലർ ആണോന്ന്. G3. ABCD. ഇതാണ് ഗ്രാഫ് ABCDE. ഇവിടെ ഒരു സർക്യൂട്ടോ പാത്തോ ലൈനോ ഉണ്ടോ നോക്കാം.
ഉണ്ടോ? G2 G3ക്ക് ഓയിലർ സർക്യൂട്ടോ ഓയിലർ ലൈനോ, G3 ഒരു ഓയിലർ ഗ്രാഫ് ആണോ? whether G3 is oiler or not. പാത്താണോ സർക്യൂട്ട് ആണോ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? പാത്താണ്. സോ ആ ഓയിലർ പാത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. എ ബിയിൽ നിന്ന് സിയിലേക്ക് എങ്ങനെ വന്നു? എങ്ങനെ വന്നിട്ട് സിയിലേക്ക് എങ്ങനെ പോയി? എ ബി ഇ ഓക്കെ. എ ബി ഇ ഡി സി എയിലേക്ക് പോയി, ദെൻ ടു ഡി അല്ല, ഇങ്ങനെ താഴത്തേക്ക് വന്നു, സിയിലേക്ക് വന്നു. വേറെയും പാത്ത് കിട്ടും കേട്ടോ. ഡി ടു ബിയിലേക്ക് പോകണം അല്ലെ, ഡി ടു ഡി. സോ ദിസ് ഇസ് ആൻ ഓയിലർ പാത്ത്. അല്ലാതെയും ഓയിലർ പാത്ത് ഉണ്ട്. ഒരു ഓയിലർ പാത്ത് ഒരാൾ പറഞ്ഞതാണ്. വേറെയും ഓയിലർ പാത്ത് ഉണ്ട് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നോക്കാം. സോ G3 is an Euler graph because there is an Euler path present. Okay. അപ്പൊ നമുക്കിപ്പോ ഇതൊരു 5 വെർട്ടെക്സും ലിമിറ്റഡ് ആയിട്ടുള്ള എഡ്ജസും ഉള്ള ഒരു ഗ്രാഫ് ആയതുകൊണ്ട് ഒന്ന് കുറച്ച് ടൈം എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെ, ഇതിന്റെ അകത്ത് എല്ലാ എഡ്ജസും ഉൾക്കൊള്ളുന്ന ഒരു പാത്തോ സർക്യൂട്ടോ ഉണ്ടോ. അത് ഓയിലർ ഗ്രാഫ് എന്ന്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു തിയറമാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ഓയിലർ ഗ്രാഫ്. ഒരു ഗ്രാഫ് ഓയിലർ ആവണമെങ്കിൽ അതിന്റെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി ഈവൻ ആവണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. which means a graph is an Euler graph. It says that every vertex has even degree എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെർട്ടിസസിന്റെ കൗണ്ട് നോക്കിയും എന്താ പറയാ, ഗ്രാഫ് ഓയിലർ ആണോ അതോ ഓയിലർ ഗ്രാഫ് അല്ലാത്ത ഗ്രാഫ് ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഗ്രാഫിലെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഓയിലർ ഗ്രാഫ് ആണെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് ഹാസ് എവരി വേർട്ടേഴ്സ് ഹാസ് ഈവൻ ഡിഗ്രി. ഈവൻ ഡിഗ്രി വരുന്ന ഗ്രാഫിനെയാണ് ഓയിലർ ഗ്രാഫായിട്ട് നമുക്ക് അതിനൊരു തിയറം വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓയിലർ ഗ്രാഫ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ആണ്, ഒരു കണ്ടീഷൻ. സോ അത് തന്നെ ആവണം. ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഓയിലർ ഗ്രാഫ് ഉണ്ടാവുള്ളൂ എന്ന് പ്രസ്താവിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് വൺ കണ്ടീഷൻ റിലേറ്റഡ് ടു ഓയിലർ ഗ്രാഫ്. അവിടെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ, സോ ദർ ഇസ് എ, അതുപോലെ തന്നെ ആ ഗ്രാഫ് ഒരു കണക്റ്റഡ് ഗ്രാഫും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൽ ഓയിലർ ഗ്രാഫ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സോ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറം, നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ തിയറം. അപ്പൊ ഇതിന്റെ പ്രൂഫ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൂഫാണ്. സോ തിയറം 2.1. A given graph, a given connected graph, which means there is only one component. Disconnected ആണെങ്കിൽ നമുക്ക് more than one component ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് കണക്റ്റഡ് ആണ്. is an Euler graph if and only if all vertices of G are of even degree. വെർട്ടിസസുകളുടെ ഡിഗ്രി ഈവൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ, ആ ഗ്രാഫ് കണക്റ്റഡും ആണെങ്കിൽ, that's a graph is Euler graph. That is the theorem. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഗ്രാഫ് ഓയിലർ ആണോ
ഓർ നോട്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മളോട് ഒരു ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തിയറം സ്പെസിഫൈ ചെയ്തിട്ട് ആ ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണോ എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതൊരു നെസസറി സഫീഷ്യന്റ് കണ്ടീഷൻ വരുന്ന ഒരു പ്രൂഫാണ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഫോമിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ എന്താണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുക, അതുപോലെ സെക്കൻഡ് പാർട്ടിനെ അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണക്റ്റഡ് ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ആ ഗ്രാഫിലെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നേരെ തിരിച്ചിട്ടാണ് പറയാ. സെക്കൻഡ് പാർട്ടിൽ അസ്യൂം ചെയ്യേണ്ടത് എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി ഈവൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രൂഫ് assume the first part. പ്രൂഫിലേക്ക് പോവാണ്. സപ്പോസ് ഇവിടെ രണ്ട് പാർട്ടായിട്ട് കഴിഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ assume that എന്താ assume ചെയ്യേണ്ടത്? G is an ഓയിലർ ഗ്രാഫ്. നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെന്ന് നമ്മൾ assume ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്നിട്ട് നമ്മൾ എന്താണ് ഇറ്റ്സ് എ ഓൾ വെർട്ടിസസ് ഓഫ് ഈവൻ ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിൽ എന്തുണ്ടായിരിക്കണം? ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഓയിലർ സർക്യൂട്ട്. അപ്പൊ നമ്മളൊരു ഓയിലർ സർക്യൂട്ട് ഉള്ള ഒരു ഓയിലർ ഗ്രാഫിനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓയിലർ സർക്യൂട്ട് ആണെങ്കിൽ വി നോ ദാറ്റ് വിച്ച് ഇസ് എ ക്ലോസ്ഡ് വോക്ക്. സർക്യൂട്ട് മീൻസ് ക്ലോസ്ഡ് വോക്ക് അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, there is no doubt about it. ഓയിലർ ഗ്രാഫ് ഉണ്ട്, ആ ഓയിലർ ഗ്രാഫിൽ ഒരു ഓയിലർ സർക്യൂട്ട് ഉണ്ട്. സർക്യൂട്ട് മീൻസ് ഇറ്റ്സ് എ ക്ലോസ്ഡ് വോക്ക്. അപ്പൊ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? there is all vertices of even degree. അപ്പൊ ഒരു വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that starting from one vertex to and passing to another vertex അങ്ങനെ മുന്നോട്ട് പോകുന്നതാണല്ലേ വോക്ക്. ഓക്കെ, അപ്പൊ ഓയിലർ സർക്യൂട്ട് ആണെങ്കിലോ ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും ഇൻക്ലൂഡഡ് ആയിരിക്കും, ലൈക്ക് ദിസ് എക്സെട്ര. ഓക്കെ, ഞാൻ ആ ഗ്രാഫ് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഒരു വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്തു, വെർട്ടെക്സിൽ നിന്ന് പോയിട്ട് എവിടെ തന്നെ തിരിച്ചെത്തണം? ദ സെയിം വെർട്ടെക്സ്. വെർട്ടെക്സ് നെയിം ഈസ് വി. വിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോയി മറ്റൊരു വെർട്ടെക്സിൽ നിന്ന് എങ്ങോട്ടേക്ക് തന്നെ വരണം? ആ വിയിലേക്ക് തന്നെ വരണം. ഇവിടെ എത്ര എഡ്ജസ് ഉണ്ടോ എന്തുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കണ്ട, ഇവിടെ വന്ന് എത്തുന്നു. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് വോക്ക്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ വെർട്ടെക്സ് വി എന്ന വെർട്ടെക്സ് ഇങ്ങനെ അടുത്തടുത്ത വെർട്ടെക്സിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ മീറ്റ് ചെയ്ത് ന്യൂ എഡ്ജസിനെ ഇൻസിഡന്റ് ചെയ്യും. ഓക്കെ, ഞാനിതിന്റെ കുറച്ചധികം തിയറി പാർട്ട് വരുന്ന ഒരു പ്രൂഫാണ്. അപ്പൊ ഇതെല്ലാം ഫുൾ സ്റ്റേറ്റ്മെന്റ് എനിക്ക് എഴുതാൻ പറ്റില്ല. അതായത് നമ്മളത് എഴുതിക്കൊണ്ടിരിക്കാൻ പിന്നെ സമയം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഞാനിത് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഞാനിവിടെ ഇതിന്റെ ടോട്ടലി എന്താണ് തിയറത്തിൽ പറയുന്ന കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ക്ലോസ്ഡ് വോക്ക് ആയതുകൊണ്ട് ആ വെർട്ടെക്സിൽ തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ വി എന്ന വെർട്ടെക്സ് ആണെങ്കിൽ വി പുതിയ വെർട്ടെക്സിനെ മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ന്യൂ എഡ്ജസുമായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന അടുത്ത എഡ്ജിലേക്ക് എൻ്റർ ചെയ്യുന്നു അല്ലെ? അങ്ങനെയല്ലേ പോകുക? എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് എക്സിറ്റഡ് ആകുന്നു. അപ്പോൾ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് പുതിയ വെർട്ടെക്സിലേക്ക് പോകുന്നു. അവിടെ ഇൻസിഡന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളിലേക്കാണ് അടുത്തതിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ വെർട്ടെക്സിലേക്ക് എൻ്റർ ചെയ്തു, ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വരെ? നമ്മൾ വിയിൽ വീണ്ടും വന്നെത്തുന്നത് വരെ അല്ലെ? Then again finally we exited to V. മറ്റൊരു വെർട്ടെക്സിൽ നിന്ന് എക്സിറ്റ് ആകുന്നതും എങ്ങോട്ട് തന്നെയാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിലേക്കാണ്. ബിക്കോസ് എന്താണ് അതുകൊണ്ട് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ്സ് ആൻ ഓയിലർ സർക്യൂട്ട്.
സർക്യൂട്ട്, അതൊരു ക്ലോസ്ഡ് വോക്ക് ആണ്. അപ്പോൾ നമ്മൾ ആ വെർട്ടെക്സ് വിയിലേക്ക് തന്നെ വന്ന് എക്സിറ്റഡ് ആകുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം വെർട്ടെക്സ് വി ദെൻ എൻഡ് ടു the same vertex v because it is a closed walk and it's an Euler circuit. അപ്പൊ നിങ്ങൾക്ക് അറിയാം ജി ഒരു ഓയിലർ ഗ്രാഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്ത് ആ വെർട്ടെക്സിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് തന്നെ ഉറപ്പായിട്ടും അതിന് ഇൻസിഡന്റ് ചെയ്യുന്ന മറ്റൊരു വെർട്ടെക്സും ഉണ്ട്, എഡ്ജസും ഉണ്ട്. അപ്പോൾ എൻറ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ആ വെർട്ടെക്സിന് എഡ്ജസ് ഉണ്ടായിരിക്കണം. ഇതാ നോക്കൂ, വിയിൽ നിന്ന് നമ്മൾ മറ്റൊരു വെർട്ടെക്സിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആ വെർട്ടെക്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും ഒരു എഡ്ജ് ഉണ്ട്. അതായത് അവിടെ ഉറപ്പായിട്ടും മിനിമം 2 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വി എന്ന വെർട്ടെക്സിലേക്ക് വന്ന് ചേരാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് മീൻസ് ദ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി ഈവൻ. അപ്പൊ വി എന്ന വെർട്ടെക്സിലേക്ക് വന്ന് ചേരണമെങ്കിൽ മറ്റൊരു എഡ്ജ് വഴിയാണല്ലോ വരാമോളൂ. കാരണം സ്റ്റാർട്ട് ചെയ്ത എഡ്ജിലൂടെ കടക്കാൻ പറ്റില്ല, കാരണം അത് ഓയിലർ ഗ്രാഫ് ആവില്ല. ഓക്കെ, മറ്റൊരു എഡ്ജ് വഴി ആയിരിക്കണം വിയിലേക്കും എത്തിച്ചേരേണ്ടത്. അപ്പോൾ വിക്കും എന്ത് തന്നെ ആവണം, ഇറ്റ്സ് 2 എഡ്ജെങ്കിലും മിനിമം ഉണ്ടാവണം, ബിക്കോസ് ഇറ്റ് ഹാസ് ഡിഗ്രി ഈവൻ. അപ്പൊ നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യും, ദ ഡിഗ്രി ഓഫ് എവരി വെർട്ടെക്സ് ഈസ് ഈവൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എൻറ്റർ ചെയ്തതും എക്സിറ്റ് ചെയ്തതും ഇങ്ങനെ ഒരു ക്ലോസ്ഡ് വോക്കിന്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. Assume the graph is an Euler, then we prove to every vertex as even. ഇനി നേരെ തിരിച്ച് കോൺവേഴ്സ്ലി So second part. അപ്പോൾ തിരിച്ചെന്തായിരിക്കും അസ്യൂം ചെയ്യേണ്ടത്? കോൺവേഴ്സ്ലി നമ്മൾ അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്ത കാര്യമാണ് രണ്ടാമത്തെ പാർട്ടിൽ അസ്യൂം ചെയ്യേണ്ടത്. എന്നിട്ട് നേരെ തിരിച്ച് ഓയിലർ ഗ്രാഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. So second part we assume that all vertices of G are of even degree. Even degree ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഓയിലർ ഗ്രാഫ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഈവൻ ഡിഗ്രി വെർട്ടെക്സ് ആയിട്ടുള്ള ഈ ഒരു ജി എന്നൊരു ഗ്രാഫ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രാഫിന്റെ സ്പെഷ്യാലിറ്റി വെർട്ടിസസുകളുടെ ഡിഗ്രി ഈവൻ ആണ്. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് തന്നെ ഉറപ്പായിട്ടും ഒന്നിലധികം എഡ്ജ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാരണം ഈവൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ മിനിമം 2 ആണ് ഈവൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ഇൻ ജി വി കൺസ്ട്രക്ട് എ വോക്ക്. ഞാൻ ഒരു വോക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ആ വോക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ വോക്ക് എല്ലാ എഡ്ജസും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോക്കിനെ നമുക്ക് ഓയിലർ സർക്യൂട്ട് എന്നോ പാത്ത് എന്നോ വിളിക്കാം, which is ഓയിലർ ഗ്രാഫ്. അപ്പോൾ we construct a walk starting at an arbitrary vertex. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. the vertex name V, എന്നിട്ട് and going through all edges of G, അല്ലേ? അതാണല്ലോ walk. all edges of G, and then condition that no edge trace more than one. No edge is traced more than once. Okay, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വോക്ക് കൺസ്ട്രക്ട് ചെയ്തു. ഏതോ ഒരു ആർബിട്രറി വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസിനെയും കവർ ചെയ്യാൻ പോകുന്നു. പക്ഷെ നമ്മൾ കവർ ചെയ്ത എഡ്ജസിനെ വീണ്ടും കവർ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഈ ട്രേസിങ് കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാ എഡ്ജസും കവർ ചെയ്യാൻ പാകത്തിന് we continue the tracing as far as possible. Okay, because
നമുക്കറിയാം, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സിൻസ് every edge, every vertex has even degree, ഉറപ്പായിട്ടും നമ്മളൊരു വെർട്ടെക്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മറ്റൊരു എഡ്ജ് വഴി പുറത്തിറങ്ങാൻ പറ്റും, ബിക്കോസ് ഇറ്റ്സ് ആൻ ഈവൻ ഡിഗ്രി. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിൽ തന്നെ വന്ന് എൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് അവിടെ ഒരു ഓയിലർ ക്ലോസ്ഡ് ഒരു വോക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ അത് എല്ലാ എഡ്ജസും ട്രേസ് ചെയ്യാതെ എത്തുന്ന ഒരു ക്ലോസ്ഡ് വോക്ക് ആയിരിക്കും. You can say that it is an Euler graph. Okay, ഞാൻ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നില്ല. Here we construct a walk starting from an arbitrary vertex എന്നിട്ട് അതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ട്രേസ് ചെയ്ത് നമ്മളിങ്ങനെ പോകും. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് എവരി വെർട്ടെക്സ് ഹാസ് ഡിഗ്രി ഈവൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു വെർട്ടെക്സിൽ കയറി കഴിഞ്ഞാൽ ആ വെർട്ടെക്സിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് വീണ്ടും എഡ്ജുകൾ കാണും. ഓക്കെ, അപ്പൊ ആ എഡ്ജിലൂടെ പുറത്തിറങ്ങി നമ്മൾ വീണ്ടും എക്സിറ്റ് ചെയ്ത് വരുന്നത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ വെർട്ടെക്സിലേക്കായിരിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് ഓഫ് ആൻ ഈവൻ ഡിഗ്രി, വിച്ച് മീൻസ് അവിടെ ഒരു ക്ലോസ്ഡ് വോക്ക് ആണ്. അത് മാത്രവുമല്ല എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. Therefore we can say that it's an Euler graph. ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫില് അങ്ങനെ ഒരു പാത്ത് കിട്ടിയില്ല. മേ ബി ഇഫ് നോട്ട്, നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോ അങ്ങനെ ഒരു അസംഷനിലൂടെ ഒരു ഗ്രാഫ് ഉണ്ട്, ഓയിലർ ഗ്രാഫ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒരു വോക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് അവിടെ തിരിച്ചിങ്ങനെ നമ്മുടെ വെർട്ടെക്സിലേക്ക് വന്നെത്തുന്നില്ല. അങ്ങനെ ഒരു കേസസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് we remove that first path അല്ലെങ്കിൽ walk from that G. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ അതിനൊരു ഗ്രാഫ് വെച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാഫില് ലിമിറ്റഡ് വെർട്ടെക്സും ലിമിറ്റഡ് എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഫോർ എക്സാമ്പിൾ, ഡ്രോ എ ഗ്രാഫ്. ഞാൻ വരയ്ക്കുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സുകളുടെ എണ്ണം ഡിഗ്രി, വെർട്ടെക്സിന്റെ ഡിഗ്രി ഈവൻ ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മുടെ അസംഷനില് ഇറ്റ്സ് എ ഗ്രാഫ് വിത്ത് ഡിഗ്രി ഓഫ് വെർട്ടെക്സ് ഈവൻ. അത്തരത്തിലുള്ള ഒരു ജി എന്ന ഒരു ഗ്രാഫാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫ്. അപ്പൊ നമുക്ക് V1 നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി 2 ആണ്, ഇവിടെ നോക്കിയാൽ ഡിഗ്രി 4 ആണ്, 2 ആണ്, ഡിഗ്രി 4 ആണ്. ഓക്കെ, എല്ലാത്തിനും ഈവൻ ഡിഗ്രിയാണ്. അപ്പൊ നമ്മളിവിടെ ഒരു വോക്ക് അല്ലേ, അപ്പൊ നമ്മൾ അസംഷനിൽ എങ്ങനെയാണ് ഓൾ വെർട്ടിസസ് ഓഫ് ഈവൻ ഡിഗ്രി. ഇപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് എ വോക്ക്, നമ്മളൊരു വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വോക്ക് എല്ലാ എഡ്ജസിനെയും കവർ ചെയ്ത് എന്താണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിൽ തന്നെ വന്നെത്തുന്നുണ്ടോ, അതോ എല്ലാ എഡ്ജസിനെയും കവർ ചെയ്യാതെ ഇനി സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിലേക്ക് വന്നെത്തിയാൽ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിവിടെ ചെയ്തത് നമ്മളൊരു വോക്ക് കൺസ്ട്രക്ട് ചെയ്തു, എന്നിട്ട് എല്ലാ എഡ്ജസിനെയും കവർ ചെയ്തുകൊണ്ട് വിയിൽ തുടങ്ങി ആ വിയിൽ തന്നെ വന്നെത്തി നിർത്തി എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിയിൽ തന്നെ വന്നു നിന്നു. ഓക്കെ, ഒരു ക്ലോസ്ഡ് വോക്കായി. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് വെർട്ടെക്സ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു റഫ് ഫിഗർ ആണ് കേട്ടോ, ഇങ്ങനെയൊന്നും വരച്ചു വെക്കരുത്. സോ അപ്പോ അങ്ങനെ വന്ന് നിൽക്കുന്നേ നമുക്ക് എല്ലാ എഡ്ജസും കവർ ചെയ്തു, റീട്രേസ് ചെയ്യാതെ എഡ്ജസ് റീട്രേസ് ചെയ്യാതെ നമുക്ക് ഒരു വോക്ക്, ക്ലോസ്ഡ് വോക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ബിക്കോസ് ഇറ്റ്സ് ആൻ ഓയിലർ ഗ്രാഫ്. ഇനി നമുക്കിവിടെ സം കേസ് നമ്മളിവിടെ ഒരു ഗ്രാഫില് ഒരു വോക്ക് കൺസിഡർ ചെയ്തു, ബാക്കി എഡ്ജസ് അവിടെ ഇനിയും വെർട്ടെക്സും എഡ്ജസും അവിടെ ഇനിയും ഉണ്ട്. നമ്മള് പക്ഷെ ഒരു 3-4 എഡ്ജസ് കഴിഞ്ഞതോടുകൂടി സ്റ്റാർട്ട് ചെയ്തോടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി ക്ലോസ്ഡ് വോക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അതായത് റീട്രേസ്ഡ് ആവും.
അപ്പൊ ബാക്കി എഡ്ജസും എല്ലാവരും ഇങ്ങനെ അവിടെ ബാക്കിയുണ്ട്, റീട്രേസ് ചെയ്യാതെ അത് വരയ്ക്കാതെ നമ്മൾ അവിടെ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കേസ് വന്നാൽ ആ കേസാണ് ഇവിടെ പറയുന്നത്. ഇഫ് നോട്ട് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ അങ്ങനെ ഒരു ജി എന്നൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തു. എന്നിട്ട് സ്റ്റാർട്ടിങ് വോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് വെർട്ടെക്സ് വി. വെർട്ടെക്സ് വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെർട്ടെക്സ് വിയിൽ തന്നെ വന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് വോക്ക് ആയി അല്ലേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ വോക്ക് നിങ്ങൾക്ക് എച്ച് എന്ന പേരിൽ ഞാനിവിടെ എഴുതാണ്. എച്ച് വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, E1 എഡ്ജിലൂടെ V1ലേക്ക് പോയി, E2 എന്ന എഡ്ജിലൂടെ എയിലേക്ക് വന്നു, ദെൻ വിയിലേക്ക് E3 എന്ന എഡ്ജ് പാസ് ചെയ്ത് വിയിലേക്ക് വന്നു അല്ലെ. നമ്മൾ ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന എഡ്ജസ് വഴിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള എഡ്ജസ് കവർ ചെയ്യാതെ തന്നെ അവിടെ വന്നു, ഇവിടെ വന്ന് നിന്നു അല്ലെ. ഇതും ഒരു ക്ലോസ്ഡ് പാത്താണ്, പക്ഷെ ഗ്രാഫിലെ എല്ലാ എഡ്ജസും ആയിട്ടില്ല. ക്ലോസ്ഡ് വോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എഡ്ജസിനെ അങ്ങ് റിമൂവ് ചെയ്യുക. സോ ഇൻ ദിസ് കേസ് റിമൂവിങ് ദ എഡ്ജസ് E1, E2, E3 ഫ്രം G. അപ്പൊ നമ്മൾ ജിയിൽ നിന്ന് ഈ എഡ്ജസിനേക്ക് റിമൂവ് ചെയ്തു. നമ്മുടെ പ്രൂഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വി ഗെറ്റ് ആൻ അനദർ ഗ്രാഫ് G ഡാഷ്. നമ്മുടെ ഗ്രാഫിന് പുതിയ ഗ്രാഫിന് അത് E1, E2, E3 എന്ന എഡ്ജസ് റിമൂവ് ചെയ്തപ്പോൾ ബാക്കിയുള്ള വെർട്ടെക്സും എഡ്ജസും ഉപയോഗിച്ചിട്ടുള്ള ആ ഗ്രാഫിന് G ഡാഷ് എന്ന പേര് കൊടുക്കാം. E1, E2, E3 ആ പോയിരിക്കുന്നത് അല്ലെ. E4, E5, E6, E7, E8 ഇതാണ് G ഡാഷ്. വീണ്ടും അടുത്ത വോക്ക് കൺസിഡർ ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിങ് വിത്ത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആ പുതിയ വോക്കിന് ക്ലോസ്ഡ് വോക്കിന് പേര് കൊടുക്കാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, E4, V2, E5, A ഡാഷ്, E6, A തന്നെ ക്ലോസ്ഡ് വോക്കാണ് അല്ലെ. വീണ്ടും നമ്മൾ എയിൽ തന്നെ വന്നു. അപ്പോഴും നമ്മുടെ റിമൈനിങ് രണ്ട് എഡ്ജസിനെ കവർ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ റിമൂവിങ് ഇവിടെയും ഇൻവോൾവ് ആയിട്ടുള്ള E4, E5, E6 എന്ന 3 എഡ്ജസ് റിമൂവ് ചെയ്യുക. ദെൻ അടുത്ത ഗ്രാഫ് G ഡബിൾ ഡാഷ്. ആ ഗ്രാഫിൽ എന്താ വരുള്ളൂ? വിയും എ ഡാഷും. പിന്നെന്താണ്? E7ഉം E8ഉം ആണ് എഡ്ജസ് ഉള്ളൂ. ഇവിടെയും വീണ്ടും നമ്മൾ അടുത്ത ഒരു വോക്ക് കൺസിഡർ ചെയ്യാണ്. സ്റ്റാർട്ടിങ് വിത്ത് എ ഡാഷ്. നമുക്കതിന് H ഡബിൾ ഡാഷ് എന്ന് പേര് കൊടുക്കാം. എ ഡാഷ്, E7, B, E8, A ഡാഷ്. ഇതും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് വോക്കാണ്. അപ്പൊ നമുക്ക് ആ G എന്ന ഈ ഒരു ഗ്രാഫില് 3 ക്ലോസ്ഡ് വോക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതൊരു ഫസ്റ്റ് ക്ലോസ്ഡ് വാക്ക് H എന്ന പേര്. ദെൻ ഇത് അടുത്ത ക്ലോസ്ഡ് വാക്ക് H ഡാഷ് എന്ന പേര്. ഇത് അടുത്ത ക്ലോസ്ഡ് വോക്ക് H ഡബിൾ ഡാഷ് എന്ന പേര്. എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലോസ് ആയി പോവാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 വോക്കുകളെയും ടുഗെദർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് വോക്ക് ആണോ എന്ന് നോക്കാം. അങ്ങനെ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന ഒരു ക്ലോസ്ഡ് വോക്ക് ആണെങ്കിൽ we can say that it's an Euler graph അല്ലെ. So here we get H, H dash, H double dash. 3 ക്ലോസ്ഡ് വോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 3 പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ക്ലോസ്ഡ് വോക്സ് ആണ്. കമ്പൈനിങ് these 3 ക്ലോസ്ഡ് വോക്സ് we get, നമുക്കതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുവരും? ഇങ്ങനെയൊന്ന് പറയാം. V, E, P1, E2, A,
ദെൻ എയിൽ നിന്ന് നമുക്ക് E4 അത് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. എന്നിട്ട് H ഡാഷ് ഏതൊക്കെയാണെന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം പറയാം. സോ ദാറ്റ് ഇസ് V, E1, P1, E2, A, E4, B2, E5, A dash, E7, V, E8, A dash, E6, A, E3, V. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് എ ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എ ഡാഷിൽ എത്തിയ ആ ലാസ്റ്റ് ക്ലോസ്ഡ് വോക്കിന് നമ്മൾ H ഡബിൾ ഡാഷ് എന്ന് പേര് കൊടുത്തത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എത്തിയ ക്ലോസ്ഡ് വോക്കിന് H ഡാഷിനായിരുന്നു. അതുപോലെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബിയിൽ എത്തിയ നമ്മുടെ വോക്ക് H ആയിരുന്നു. സോ സിമിലർലി എല്ലാ വെർട്ടിസസും, അതായത് എല്ലാ എഡ്ജസും ഇൻവോൾവ് ചെയ്യുന്ന ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എഡ്ജ് വരെ റിപ്പീറ്റ് ചെയ്യാത്ത ക്ലോസ്ഡ് വോക്സ് ആണ് നമുക്ക് കമ്പൈൻ ചെയ്തപ്പോഴും കിട്ടിയത്. Therefore, we can say that HG is an Euler graph. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു പ്രൂഫാണ്. പക്ഷെ അതിന്റെ ഐഡിയ വളരെ സിമ്പിൾ ആയിട്ടും ലോജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്ലോസ്ഡ് വോക്ക് സർക്യൂട്ട് ഓയിലർ ഗ്രാഫ് എന്നുള്ള ബേസിക് ഡെഫിനിഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു പ്രൂഫിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസും ഒക്കെയാണ് ഞാൻ അടുത്ത സെക്ഷനിൽ വരുന്നത്. അപ്പൊ അത് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നിർത്താം. അങ്ങനെയാണെങ്കിൽ ഓയിലർ ഗ്രാഫിന്റെ സൊല്യൂഷൻ ഈ ഒരു തിയറം ഉപയോഗിച്ച് പറയാൻ പറ്റുമോ? ഓയിലർ കോണിഗ്സ്ബെർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാന്ന് നമുക്കറിയാം. പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഈ തിയറം സ്റ്റേറ്റ് ചെയ്ത് പറയാം. അതായത് ഈ തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി ഈവൻ ആയിരിക്കണം. അപ്പൊ നമുക്ക് വൺസ് അഗൈൻ ഞാൻ ആ ഗ്രാഫ് മോഡൽ വരയ്ക്കാണ്. ഓയിലർ കോണിഗ്സ്ബെർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൻ്റെത് 4 ലാൻഡ് ഉണ്ടായിരുന്നു. 4 ലാൻഡ് കണക്ട് ചെയ്തിട്ട് 7 ബ്രിഡ്ജസ് ആണുള്ളത്. ഓക്കെ, ഇങ്ങനെയായിരുന്നു കോണിഗ്സ്ബെർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന്റെ ഗ്രാഫ് മോഡൽ. സോ the arising problem is travel to all edges without tracing the edge once again. So നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്ത് നോക്കാതെ തന്നെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി നോക്കാം. ഇവിടെ 7 ഡിഗ്രി ക്ലിയർ, ബി എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 5, സി എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3, ഡി എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3. നമുക്കറിയാം എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ്? ഓഡ് ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്തിട്ട് പറയാം. അതായത് about 2 theorem 2.1 സ്റ്റേറ്റ്മെന്റ് വേണം. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് പറയാം. There is no solution of the Königsberg bridge problem because the vertices are of odd degree. Okay, അങ്ങനെയും അത് കൺക്ലൂഡ് ചെയ്യാം. അതുപോലെ ഇനി നമുക്ക് ഓയിലർ ഗ്രാഫ് തന്നിട്ട് അത് ഓയിലർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ തിയറം അപ്ലൈ ചെയ്യാം കേട്ടോ. 2 പ്രോബ്ലം അതിൻ്റെ ഉണ്ട്. അതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. 2 പ്രോബ്ലം നോട്ട് അയക്കുമ്പോൾ ഉണ്ടാകും. അത് ഓയിലർ ഗ്രാഫ് ഓർ നോട്ട് എന്നുള്ള പ്രോബ്ലം ആണ്. അത് കംപ്ലീറ്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോട്ട് എഴുതാൻ നേരത്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.